അധികമായി ഈടാക്കിയ കെട്ടിട നിർമ്മാണം പെർമിറ്റ് ഫീസ് തിരികെ നൽകാനുള്ള നടപടിയുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടുത്ത കൗൺസിൽ യോഗം തീരുമാനമെടുക്കുമെന്ന് കൊച്ചി കോർപ്പറേഷൻ മേയർ എം അനിൽകുമാർ പറഞ്ഞു. സർക്കാർ ഉത്തരവ് ഇറങ്ങി 4 മാസങ്ങൾ പിന്നിട്ടിട്ടും പണം തിരികെ നൽകാത്ത വാർത്ത മീഡിയ വൺ പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF നേറ്റ കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലായിരുന്നു കുത്തനെ ഉയർത്തിയ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറച്ചുകൊണ്ട് ജൂലൈ 30-ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിറക്കിയത്. എന്നാൽ 4 മാസങ്ങൾ പിന്നിട്ടിട്ടും പണം തിരികെ നൽകാൻ പല തദ്ദേശ സ്ഥാപനങ്ങളും തയ്യാറായിരുന്നില്ല. 1034 തദ്ദേശ സ്ഥാപനങ്ങൾ പിരിച്ചെടുത്തത് എത്രയോ കോടികൾ. എന്ന് ലഭിക്കും കെട്ടിട ഉടമകൾക്ക് ഈ തുക? മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെ നടപടികൾ ഊർജിതമാക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അടുത്ത നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പെർമിറ്റ് ഫീസ് തിരികെ നൽകുന്ന കാര്യത്തിൽ കൊച്ചി കോർപ്പറേഷൻ തീരുമാനമെടുക്കും. അപേക്ഷകൾ ലഭിക്കുന്നതനുസരിച്ച് പണം തിരികെ നൽകുമെന്ന് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളെ പ്രതിനിധികളും വ്യക്തമാക്കി. ഫിനാൻസ് കമ്മിറ്റി കൂടിയും ഞങ്ങൾ അന്ന് ഈ പറയുന്ന മെയ് മാസം 7-ാം തീയതി കമ്മിറ്റി കൂടി തീരുമാനമെടുത്തതാണ് ഞങ്ങൾക്ക് ഈ പൈസ വർധനവ് വേണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാലും ടാക്സിൽ മാത്രമേ, ബിൽഡിംഗ് ടാക്സിൽ മാത്രമേ ഞങ്ങൾക്ക് നിയന്ത്രണമുള്ളൂ. അതല്ലാതെ ഈ പെർമിറ്റ് ഫീസ് ഓട്ടോമാറ്റിക്കായിട്ട് സർക്കാർ നിശ്ചയിക്കുന്നതാണ്. അത് സർക്കാർ പിൻവലിച്ച് തന്നെ വലിയ സന്തോഷമാണ്. ഇപ്പോൾ നമ്മളത് കൃത്യമായിട്ട് ആളുകൾക്ക് ദോഷമില്ലാത്ത രീതിയിലേക്ക് മുമ്പോട്ട് പോയി. പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ ഉൾപ്പെടെ 1084 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കോടിക്കണക്കിന് രൂപയാണ് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ്, അപേക്ഷാ ഫീസ്, സ്ക്രൂട്ടണി ഫീസ് എന്നീ ഇനത്തിൽ പിരിച്ചെടുത്തിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷന് 20 കോടി രൂപ ലഭിച്ചിരുന്നു. മുൻകാല പ്രാബല്യത്തോടെയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവിൽ അധികമായി ഈടാക്കിയ തുക തിരികെ നൽകാനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശിച്ചിരുന്നത്. സിജോ വി ജോൺ, മീഡിയ വൺ, കൊച്ചി.